ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം. ഏകാദശ സ്കന്ധത്തിൻ്റെ 5-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. നവയോഗികളിൽ നിന്ന് ഭാഗവത ധർമ്മത്തെ കേട്ട് കൃതാർത്ഥനായിത്തീർന്ന നിമി മഹാരാജാവ് അവയെ ഭക്തിപൂർവം ആചരിച്ചു ഭാഗവത ധർമാനുഷ്ഠാനങ്ങളിലൂടെ മുക്തനായി തീരുകയും ചെയ്തു എന്ന് നാരദ മഹർഷി വസുദേവരോട് പറഞ്ഞു. അതുപോലെ തന്നെ ഭാഗവത ധർമാനുഷ്ഠാനങ്ങളിലൂടെ വസുദേവർക്കും ദേവകിക്കും ഭൗതികമായ ആസക്തികൾ വെടിയാനും ആത്മജ്ഞാനം നേടാനും കഴിഞ്ഞു എന്നും പറഞ്ഞു. അങ്ങനെ 5-ാം അധ്യായം അവസാനിച്ചു. ഇനി 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവ്, ശിവൻ, പ്രജാപതികൾ, ഇന്ദ്രാദി ദേവന്മാർ, ഋഷിമാർ തുടങ്ങിയ സകല ദേവതകളും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ദിവ്യസ്തോത്രങ്ങളെ കൊണ്ട് ദ്വാരകാനാഥനായ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനോട് അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഭഗവാനെ, അവതാര പ്രയോജനമാകുന്ന അധർമ്മികളുടെ നാശവും ധർമ്മ സംസ്ഥാപനവും കൊണ്ട് അങ്ങ് ദൗത്യം പൂർത്തിയാക്കിക്കഴിഞ്ഞു. ഇനി ദയവായി വൈകുണ്ഠത്തിലേക്ക് മടങ്ങി വന്നാലും. ഇങ്ങനെ പറഞ്ഞ് ദേവതകൾ ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു: അല്ലയോ വിധാതാവേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഭൂഭാരം കുറയ്ക്കുവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. എങ്കിലും അഹങ്കാരികളും ഗർവിഷ്ഠരുമായ യദുവംശം ലോകത്തെ നശിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. മുനിശാപം നിമിത്തം ഇവർ നാശത്തിൻ്റെ വക്കിലാണ്. അതിൻ്റെ പര്യവസാനത്തിന് ശേഷം ഞാൻ സ്വധാമത്തെ പ്രാപിച്ചുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാദികൾ പോയതിന് ശേഷം ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി. അത് കണ്ട് ഭയപ്പെട്ട യാദവന്മാർ ഭഗവാന്റെ അടുത്ത് ഓടിയെത്തി. ഭഗവാൻ അവരോടായി പറഞ്ഞു: ദുർനിമിത്തങ്ങളെല്ലാം ബ്രാഹ്മണ ശാപം ഫലിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ എല്ലാവരും ഉടനെ തന്നെ പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെടണം. അവിടെ ചെന്ന് പുണ്യതീർത്ഥത്തിൽ സ്നാനവും പിതൃതർപ്പണവും ദാനങ്ങളും എല്ലാം ചെയ്യണം. ശ്രേഷ്ഠമായ ദാനമാകുന്ന തോണിയിൽ കയറി പാപമാകുന്ന സാഗരം തരണം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും കൂടി പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെടുകയായി. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ധവഗീതയിലേക്ക് കടക്കുന്നതാണ്. ഉദ്ധവഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനാണ് ഗുരു, അർജുനൻ ശിഷ്യനും. ഇവിടെ ഉദ്ധവഗീതയിൽ ഗുരു ശ്രീകൃഷ്ണൻ തന്നെ, ഉദ്ധവർ ശിഷ്യൻ. നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യം ഗുരു ശിഷ്യ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. വ്യാസാചാര്യൻ ഭാഗവതം അവതരിപ്പിക്കുന്നത് ശുകമഹർഷി പരീക്ഷിത് രാജാവിന് നൽകുന്ന ഉപദേശമായാണ്. വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് എപ്പോഴും ജ്ഞാനം അന്വേഷിക്കുന്ന ശിഷ്യൻ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ, അതായത് ശാസ്ത്രങ്ങൾ സാമ്പ്രദായികമായി പഠിച്ച പരമ്പരയിലുള്ള ഒരു ആചാര്യൻ്റെ സമീപം ചെന്ന് വിനയത്തോടെ വിദ്യ അപേക്ഷിക്കുന്നു. ശാസ്ത്രങ്ങൾ പരമ്പരയിലുള്ള ഗുരുവിൻ്റെ കീഴിൽ പഠിക്കേണ്ടതാണ് എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. കാരണം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വേദാന്തം അഥവാ ഉപനിഷത്തുകൾ. ഇതിന് ജ്ഞാനകാണ്ഡം എന്നും പറയും. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അപ്പോൾ വേദങ്ങളുടെ അന്തം, വേദാന്തം, അറിവിൻ്റെ അവസാനം എന്നാണ് അർത്ഥം. അതായത് ഏതൊന്നറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ലയോ ആ അറിവാണ് വേദാന്തം. വേദങ്ങളുടെ പരമമായ താൽപ്പര്യം ആത്മജ്ഞാനമാണ്. ഋഗ്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളുടെയും അവസാനമായ ഭാഗത്തിൽ അഥവാ ഉപനിഷത്തുകളിൽ ധാരാളം മന്ത്രങ്ങളുണ്ട്. ഇവയെല്ലാം ആത്മവിദ്യയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ വേദസാരമായ അല്ലെങ്കിൽ ഉപനിഷത്ത് സാരമായ ഭഗവത്ഗീതയും അതേപോലെ തന്നെ ഭാഗവതവും
എല്ലാം പ്രതിപാദിക്കുന്നത് ആത്മജ്ഞാനം തന്നെയാണ്. ഭഗവത്ഗീതയെ സർവോപനിഷദോ ഗാവോ എന്ന് ഗീതാമാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ഉപനിഷത്തുകളെയും പശുക്കളായി സങ്കല്പിച്ചാൽ ആ പശുക്കളെ കറക്കുന്ന പാൽക്കാരൻ നന്ദഗോപകുമാരനായ ശ്രീകൃഷ്ണനാണ്. അർജുനനാണ് അവിടുത്തെ പശുക്കിടാവ്. ബുദ്ധിമാന്മാരായ ഭക്തന്മാർ പാനം ചെയ്യുന്ന പാലാകട്ടെ മഹത്തായ ഭഗവത്ഗീത എന്ന അമൃതുമാണ്. ഉപനിഷത്തുകളിലെ സാരമായ ജ്ഞാനത്തെ ശ്രീകൃഷ്ണൻ അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് പകർന്നു നൽകി എന്നാണ് ഇതിൻ്റെ സാരം. നിഗമകൽപ്പതരോർ ഗളിതം ഫലം എന്ന് ഭാഗവതത്തെയും പറയുന്നുണ്ടല്ലോ. നിഗമകൽപ്പതരു എന്നാൽ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് പഴുത്തു വീണ അമൃതഫലം, അതാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങളെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ എല്ലാം അടിസ്ഥാന സ്രോതസ്സായ വേദങ്ങളെ നാം എപ്പോഴും ഓർത്തിരിക്കണം. അതിനാൽ വൈദിക പശ്ചാത്തലത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ ഇവയെ ശരിയായി വ്യാഖ്യാനിക്കുവാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നാം തെറ്റായി മനസ്സിലാക്കാൻ ഇടയാകും. ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതിനേക്കാൾ അപകടകരമാണ് കാര്യങ്ങൾ തെറ്റായി ഗ്രഹിക്കുന്നത്. ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ് എന്ന് പറയുമല്ലോ. നമ്മൾ ഒരിക്കൽ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തിയാൽ പിന്നീട് അത് തിരുത്തുന്നത് അതിനേക്കാൾ പ്രയാസമുള്ള കാര്യമായിരിക്കും. എന്നാൽ ഒരു ശുദ്ധമായ സ്ലേറ്റ്, ക്ലീൻ സ്ലേറ്റ് ആണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പുസ്തകങ്ങൾ വായിച്ചും വിവർത്തനങ്ങൾ നോക്കിയും മാത്രം ശാസ്ത്ര പഠനം നടത്തരുത് എന്ന് പറയാറുള്ളത്. അത് പഴയ കാലത്ത് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. എപ്പോഴും ഒരു ഗുരുവിനോടൊപ്പം പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ശാസ്ത്രങ്ങളിൽ ആദ്യം തന്നെ ഗുരുവിനെയും ശിഷ്യനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ എല്ലാ പഠനങ്ങളും ഒരു ഗുരു ശിഷ്യ സംവാദത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എല്ലാം നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണം. വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും എല്ലാത്തിൻ്റെയും താല്പര്യം ഭഗവാനെ അറിയുക എന്ന പരമാത്മജ്ഞാനമാണ്. ആ ആത്മജ്ഞാനം തന്നെയാണ് എല്ലാത്തിലും മാറി മാറി പറയുന്നത്. നാരദ മഹർഷി വസുദേവരോട് പറയുന്നുണ്ടല്ലോ, ഭഗവാനെ കേവലം പുത്രഭാവത്തിൽ മാത്രം കാണാതെ സർവഭൂതങ്ങളുടെയും ആത്മാവായ പരമാത്മാവായി അറിയുക എന്നത്. പരമപുരുഷാർത്ഥമായ ആത്മജ്ഞാനം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഭാഗവത തത്വങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പാരായണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതല്ല. പാരായണത്തിനായി ധാരാളം ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ യൂട്യൂബിലെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം കേട്ട് പഠിക്കാവുന്നതാണ്. സംസ്കൃത ശ്ലോകങ്ങളുടെ അർത്ഥവും വ്യാസഭഗവാൻ അതിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തത്വങ്ങളുടെ വിശദീകരണവുമാണ് ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ഗ്രന്ഥമായാലും അർത്ഥം കൂടി അറിഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുക. നമ്മൾ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുവല്ലോ. ഞാൻ ഈ ക്ലാസ്സുകളിൽ പറയുന്നതെല്ലാം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ എൻ്റെ ഗുരു പൂജ്യസ്വാമി പരമാർത്ഥാനന്ദ സരസ്വതിയുടെ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ മാത്രമാണ്. എൻ്റേതായ സ്വന്തം വ്യാഖ്യാനങ്ങളോ അർത്ഥങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാം എൻ്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ്. ശാസ്ത്രങ്ങളെ ആധികാരികമായി വ്യാഖ്യാനിച്ച് അർത്ഥം പറയാനും പഠിപ്പിക്കുവാനും ശ്രേഷ്ഠനായ ആചാര്യനാണ് പരമാർത്ഥാനന്ദ സ്വാമിജി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും പഠിക്കുവാൻ കഴിഞ്ഞത് തന്നെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉദ്ധവഗീതയിലേക്ക് കടക്കാം. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം 47 ശ്ലോകങ്ങൾ കൊണ്ട് ഗീതോപദേശത്തിനുള്ള പശ്ചാത്തലമൊരുക്കുന്നത് പോലെ തന്നെ 50 ശ്ലോകങ്ങൾ അടങ്ങിയ ഈ അധ്യായം മുഴുവനും ഉദ്ധവഗീതയുടെ പശ്ചാത്തല കഥയാണ് വിവരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ
ദ്വാരകയിലേക്ക് എഴുന്നള്ളിയ സകല ദേവന്മാരെയും യക്ഷ കിന്നര ഗന്ധർവാദി കൂട്ടങ്ങളെയും എണ്ണി എണ്ണി വിവരിക്കുകയാണ് ഇവിടെ. അവരെല്ലാവരും എത്തിയതിനു ശേഷം എല്ലാവരും ഭഗവാനെ അവിടുത്തെ ഏകരൂപത്തിലും അനേക രൂപത്തിലും അരൂപഭാവത്തിലും സ്തുതിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദേവന്മാരുടെയും ദ്വാരകയിലേക്കുള്ള വരവാണ് ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ. അത് നമ്മൾക്കിപ്പോൾ കാണാം. അഥ ഷഷ്ടോധ്യായഃ ശ്രീശുക ഉവാച. ശ്ലോകം 1. അഥ ബ്രഹ്മാത്മജൈർദേവൈഃ പ്രജേശൈരാവൃതോഭ്യഗാത് ഭവശ്ച ഭൂതഭവ്യേശോ യയൗ ഭൂതഗണൈവൃതഃ. അനന്തരം കൃഷ്ണൻ്റെ ലീലകൾ അവസാനിക്കാറായപ്പോൾ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരായ സനകാദികളോടും ദേവന്മാരോടും പ്രജാപതിമാരോടും കൂടി അവിടെ എത്തിച്ചേർന്നു. സർവഭൂതഗണങ്ങളുടെയും അധിപനായ ഭഗവാൻ ശിവനും തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം എല്ലാവരും ഭഗവാനെ ഏകരൂപത്തിലും അനേക രൂപത്തിലും അരൂപഭാവത്തിലും സ്തുതിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ഒരു സാധകൻ്റെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് ഭഗവാനെ 3 തലങ്ങളിലായി വിവരിച്ചിരിക്കുന്നു. ഏകരൂപം, അനേകരൂപം, അരൂപം. ഏകരൂപം എന്നത് ഒരു തുടക്കക്കാരന് ഭഗവാൻ ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക രൂപവും ഗുണവും ഒക്കെയുള്ള ഒരാൾ. ഒരു മനുഷ്യരൂപത്തിലാണ് മിക്കവാറും ഭഗവാനെ കാണാറുള്ളത്. ഒരു ദേവനായാലും ദേവിയായാലും വേഷഭൂഷാദികളോടുകൂടിയ ഉത്തമനായ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഭഗവാനെ കാണാറുള്ളത്, അല്ലേ? അതാണ് ഏകരൂപ ഭക്തി. അടുത്തത് അനേകരൂപം. കുറച്ചുകൂടി മുന്നേറിയ ഒരാൾക്ക് ഭഗവാൻ ഈ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായി കാണപ്പെടുന്നു. ഈ പ്രപഞ്ചമായി വിടർന്ന് പരിലസിച്ച് നിൽക്കുന്നത് ആ ഒരേ ഭഗവത് ചൈതന്യം തന്നെയാണ്. വിശ്വരൂപ ഈശ്വരനായി ഭഗവാനെ ഇങ്ങനെ കാണുന്നു. അതാണ് അനേക രൂപമായി കാണുന്ന അനേകരൂപ ഭക്തി. അടുത്തത് ഉന്നതമായ തലത്തിൽ അദ്വൈത ഭാവത്തിൽ എത്തി നിൽക്കുന്ന ഭക്തന്മാർ ഭഗവാനെ രൂപങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതനായ നിർഗുണ സച്ചിദാനന്ദ ബ്രഹ്മമായി കാണുന്നു. അവിടെ രൂപങ്ങളും ഭാവങ്ങളും ഒന്നുമില്ല. അതിനെല്ലാം അതീതമായ നിത്യമായ അദ്വൈത ചൈതന്യമാണ് അവർ കാണുന്നത്. അതാണ് അരൂപഭക്തി എന്ന് പറയുന്നത്. ഈ 3 തലങ്ങളും ഒരേ ഭഗവാന്റെ തന്നെ മഹിമകളാണ്. ഭാഗവതത്തിൽ ഉടനീളം ഭഗവാനെ ഈ 3 രൂപത്തിലും വർണ്ണിക്കുന്ന നിരവധി സ്തുതികൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കാണാം. അഥ, അതിനുശേഷം അല്ലെങ്കിൽ അനന്തരം എന്നാണ് അഥ എന്ന വാക്കിൻ്റെ അർത്ഥം. ഭഗവാന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി, ലീലകളെല്ലാം അവസാനിക്കാറായപ്പോൾ, അതാണ് അതിൻ്റെ അർത്ഥം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തൻ്റെ പരിവാരങ്ങളോടൊപ്പം ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ആത്മജൈഹി, മനസ്സിൽ നിന്നുണ്ടായ പുത്രന്മാർ എന്നാണ്. ബ്രഹ്മാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സാൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ മാനസപുത്രന്മാരായ സനകാദികൾ, സനകൻ, സനാതനൻ, സനൽകുമാരൻ, സനൽ സുജാതൻ, ഇങ്ങനെ 4 മാനസപുത്രന്മാരോടൊപ്പം ബ്രഹ്മാവ് അവിടെ എത്തി. ദേവൈഹി പ്രജേശൈഹി, മറ്റ് ദേവന്മാരും പ്രജാപതിമാരും കൂടെയുണ്ട്. ഭവശ്ച, ഭഗവാൻ ശിവൻ സർവഭൂതങ്ങളുടെയും ഭൂതഭാവി കാലങ്ങളുടെയും നാഥനായ ശിവഭഗവാനും ഈ സംഘത്തിൽ ചേർന്നു. അതാണ് ഭവശ്ച. ഭൂതഗണൈർവൃതഃ, ശിവഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പമാണ് എത്തിയത്. ഈ ഗണങ്ങളുടെ അധിപനായ ഗണപതി ഭഗവാനും കൂടെയുണ്ട്. ചുരുക്കത്തിൽ ബ്രഹ്മാവും ശിവനും ദേവന്മാരും ഋഷികളും തങ്ങളുടെ പരിവാരങ്ങളുമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുവാനായി ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. ഇനി 2-ാമത്തെയും 3-ാമത്തെയും ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. ഇന്ദ്രോ മരുദ്ഭിർഭഗവാനാദിത്യാവസവോശ്വിനോ ഋഭവോങ്കിരസോ രുദ്രാ വിശ്വേ സാധ്യാശ്ച ദേവതാഃ. സ്വർഗത്തിലെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന എല്ലാ ദേവഗണങ്ങളും ബ്രഹ്മാവിനോടൊപ്പം ചേർന്നു. ആരൊക്കെയാണ് അവർ? ഇന്ദ്രൻ, മരുത്തുക്കൾ, ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവന്മാർ, മറ്റ് ഗണങ്ങൾ കുറേ പേരും കൂടി ഉണ്ട്. ഇന്ദ്രൻ ദേവന്മാരുടെയൊക്കെ രാജാവ്,
മരുത്തുക്കൾ എന്നാൽ വായുദേവന്മാർ. ഇവരുടെ എണ്ണം 49 49 മരുത്തുക്കളുണ്ട്. ആദിത്യന്മാർ 12 ആദിത്യന്മാരുണ്ട്. സൂര്യദേവൻ്റെ 12 ഭാവങ്ങളാണ് 12 ആദിത്യന്മാർ പറയുന്നത്. നമ്മൾ സൂര്യ നമസ്കാരത്തിൽ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ടല്ലോ, ഓം മിത്രായ നമ, ഓം രവയേ നമ, ഓം സൂര്യായ നമ, അങ്ങനെ 12 നാമങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട് സൂര്യ നമസ്കാരത്തിൽ. അത് 12 ആദിത്യന്മാരാണ്. അഷ്ടവസുക്കൾ 8 ദിക്കുകളെ പ്രതിനിധീകരിക്കുന്ന 8 ദേവന്മാർ. അശ്വിനി ദേവന്മാർ, ഇവർ ദേവന്മാരുടെ വൈദ്യന്മാരാണ്. പിന്നെ മറ്റു ഗണങ്ങൾ ഋഭുക്കൾ, അങ്കിരസുകൾ, ഏകാദശ രുദ്രന്മാർ, എണ്ണമറ്റ വിശ്വേദേവന്മാർ, ഇങ്ങനെ പിതൃലോകത്തിന് അധിപനായ സാത്യർ, ഇങ്ങനെ എല്ലാവരും കൂടി ബ്രഹ്മാവിനോടൊപ്പം ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇവർക്ക് പുറമെ മറ്റു ചില ദേവന്മാരും കൂടി ഭഗവാനെ ദർശിക്കാനെത്തി. അതാണ് അടുത്ത ശ്ലോകം, 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഗന്ധർവാപ്സരസോ നാഗാഃ സിദ്ധചാരണഗുഹ്യകാഃ ഋഷയഃ പിതരശ്ചൈവ വിദ്യാധരമഹോരഗാഃ. ഗന്ധർവന്മാരും അപ്സരസ്സുകളും നാഗങ്ങളും മഹോരഗന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഗുഹ്യകന്മാരും ഋഷികളും വിദ്യാധരന്മാരും, ഇങ്ങനെ എല്ലാവരും കൂടി ആ കൂട്ടത്തിൽ വന്നു. ഗന്ധർവന്മാരും അപ്സരസ്സുകളും പറഞ്ഞാൽ സ്വർഗത്തിലെ സംഗീതജ്ഞരും നർത്തകികളുമാണ്. നാഗങ്ങളും മഹോരഗന്മാരും പാതാള ലോകത്തെ സർപ്പശ്രേഷ്ഠന്മാരാണ്. പിന്നെ സിദ്ധന്മാർ, ചാരണന്മാർ, ഗുഹ്യകർ, അവരെല്ലാം അസാമാന്യ സിദ്ധിയുള്ളവരും സ്തുതിപാഠകരും യക്ഷന്മാരുമൊക്കെയാണ്. ഋഷികൾ മഹാജ്ഞാനികളായ മുനിമാർ. വിദ്യാധരന്മാർ എന്ന് പറഞ്ഞാൽ ആകാശസഞ്ചാരികളാണ് അവർ. അവരുടെ കയ്യിൽ പല വിദ്യകളും ഉണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ദിവ്യജീവികൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങുന്ന ആ സമയത്ത് അദ്ദേഹത്തെ ദർശിക്കുവാനും സ്തുതിക്കുവാനുമായി ദ്വാരകയിൽ എത്തിച്ചേർന്നിരിക്കുന്നതാണ്. ഇനി അടുത്ത ശ്ലോകം, ഇവർ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് എങ്ങനെയുള്ള ഭഗവാനെ, ഏത് രൂപത്തിലുള്ള ആ ഭഗവാനെ ദർശിക്കാനും കീർത്തിക്കുവാനുമാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. 4-ാമത്തെ ശ്ലോകം. ദ്വാരകാമുപസംജഗ്മു സർവേ കൃഷ്ണദൃദൃക്ഷവഃ വപുഷായേന ഭഗവാൻ നരലോകമനോരമഃ യശോവിതേനീ ലോകേഷു സർവലോകമലാപഹം. അവരെല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ദ്വാരകയിൽ എത്തിച്ചേർന്നവരാണ്. ഏതു മനോഹരമായ രൂപം ധരിച്ചാണോ ഭഗവാൻ മനുഷ്യലോകത്തിന് ആനന്ദം നൽകിയത്, ആ മായാമനോഹര രൂപം ദർശിക്കുവാൻ കൊതിച്ചുകൊണ്ടാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, സകല ലോകങ്ങളുടെയും പാപങ്ങളെയും മാലിന്യങ്ങളെയും കഴുകിക്കളയുന്ന സർവലോകമലാപഹം എന്ന ഒരു വിശിഷ്ടമായ ശക്തിയുണ്ട് ഭഗവാന്റെ ഈ രൂപത്തിന്. തൻ്റെ ഈ പവിത്രമായ കീർത്തി ലോകമെങ്ങും വ്യാപിപ്പിച്ച ആ ഭഗവാന്റെ ആ വിശിഷ്ടമായ ആ രൂപം കാണുവാനാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഭഗവാന്റെ രൂപത്തെയും കീർത്തിയെയും സ്തുതിക്കുകയാണ്. നരലോക മനോരമഃ. ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചപ്പോൾ അത് മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ദേവന്മാർക്കും ഒരുപോലെ മനോഹരവും ആകർഷകവുമായിരുന്നു. മലാപഹം. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും രൂപം ദർശിക്കുന്നതും ഒരുവൻ്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന മാലിന്യത്തെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പവിത്രമായ ചൈതന്യത്തെ വണങ്ങാനാണ് ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെയുള്ള എല്ലാവരും ദ്വാരകയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവന്മാർ അവിടെ എത്തിയപ്പോൾ ദ്വാരകയിലെ ആ ദൃശ്യം എങ്ങനെയായിരുന്നു എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിവരിക്കുന്നു. ഇത് കൃഷ്ണാവതാരത്തിൻ്റെ മഹിമയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും മനോഹരവും ആകർഷകവുമായ അവതാരമാണ് കൃഷ്ണാവതാരം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൃഷ് എന്ന ധാതുവിൽ നിന്നാണ് കൃഷ്ണൻ എന്ന പേരുണ്ടായത്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഭഗവാന്റെ ആ രൂപം കണ്ട മാത്രയിൽ തന്നെ ഭക്തന്മാരുടെ മനസ്സിൽ ആനന്ദം നിറയുന്നു.
അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് ഇവിടെ കീർത്തിക്കുന്നത്. നരലോക മനോരമഃ, മനുഷ്യരൂപത്തിൽ അവതരിച്ച ഭഗവാൻ തൻ്റെ ഭൗതിക സൗന്ദര്യം കൊണ്ട് പോലും ഭക്തർക്ക് അളവറ്റ സന്തോഷം നൽകി. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ലീലകളും അതീവ സുന്ദരമായിരുന്നു. യശഃ ലോകേഷു വിതേനേ, ആ ദിവ്യമായ കീർത്തിയെയാണ് പറയുന്നത്. ഭഗവാൻ ചെയ്ത ഓരോ കാര്യവും അസാധാരണവും മഹത്തരവുമായിരുന്നു. ഇതിനെയാണ് കൃഷ്ണലീലകൾ എന്ന് വിളിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും വലിയ ഭാഗമായ ദശമസ്കന്ധം മുഴുവൻ കൃഷ്ണൻ്റെ ജനനം മുതൽ അമ്പാടിയിലെയും മഥുരയിലെയും ദ്വാരകയിലെയും ഒക്കെ ലീലകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭഗവത്ഗീതയിലും ഭഗവാന്റെ ഈ മഹിമ പറയുന്നുണ്ട്. ജന്മകർമ്മജ മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഭഗവാന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മങ്ങളെയും കുറിച്ച് ആരാണോ യഥാർത്ഥമായി മനസ്സിലാക്കുന്നത് അവർ ദേഹത്യാഗത്തിന് ശേഷം പുനർജന്മം പ്രാപിക്കാതെ ഭഗവാനിൽ ലയിക്കുന്നു, പരമമായ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പരീക്ഷിത് മഹാരാജാവും ആഗ്രഹിച്ചത്. പരമമായ മോക്ഷമാണ് പരീക്ഷിത് മഹാരാജാവും ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദ്വാരകയിലെ ആ അപൂർവ സംഗമമാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. സകല ദേവന്മാരും ഋഷികളും എല്ലാം ദ്വാരകയിൽ ഒത്തുകൂടി ഭഗവാന്റെ ഈ ദിവ്യരൂപം ദർശിക്കാനായി കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്ന ഭഗവാന്റെ കീർത്തി സ്മരിച്ചുകൊണ്ട് അവർ അവിടെ കാത്തുനിന്നു. നമ്മുടെ സംസ്കാരത്തിൽ രാമായണവും ഭാഗവതവും ഒക്കെ നിത്യം പാരായണം ചെയ്യുന്നതും ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഭഗവാന്റെ മഹിമകൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നിത്യപാരായണം ചെയ്യണം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ലീലകൾ കേൾക്കുന്നത് തന്നെ ഒരു വലിയ ഉപാസനയാണ്. ഭഗവാന്റെ കഥകൾക്ക് സർവ്വലോക മലാപഹം എന്ന ഒരു വിശിഷ്ട ശക്തിയുണ്ട്. അതായത് ഈ കഥകൾ കേൾക്കുന്നത് നമ്മുടെ മനസ്സിനെ അറിഞ്ഞോ അറിയാതെയോ അശുദ്ധിയിൽ നിന്നും അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ദേവന്മാരുടെയെല്ലാം ആ അത്യപൂർവമായ ഭഗവത് ദർശനമാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശ്ലോകം 5. തസ്യാം വിഭ്രാജമാനായാം സമൃദ്ധായാം മഹർദ്ധിഭിഃ വ്യചക്ഷതാ വിതൃത്താക്ഷാഃ കൃഷ്ണമത്ഭുതദർശനം. അത്യന്തം ഐശ്വര്യപൂർണവും പ്രശസ്തവുമായ ആ ദ്വാരകാപുരിയിൽ വെച്ച് ദേവന്മാർ അത്ഭുതകരമായ രൂപത്തോടു കൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ചു. എത്ര കണ്ടാലും മതിവരാത്ത കണ്ണുകളോടെയാണ് അവർ ആ രൂപം നോക്കി നിന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അധിവസിക്കുന്നതിനാൽ ദ്വാരകാ നഗരി സർവ്വ ഐശ്വര്യങ്ങളാലും സമ്പന്നമായിരുന്നു. അവിടെ ദാരിദ്ര്യമോ കുറവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭഗവാനെ ദർശിച്ച ദേവഗണങ്ങളുടെ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. വിഭ്രാജമാനായാം, ദ്വാരകാ നഗരി എപ്പോഴും വെട്ടിത്തിളങ്ങുന്നതും പ്രകാശപൂർണവുമായിരിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യം ആ നഗരത്തിന് ഒരു പ്രത്യേക ചൈതന്യം നൽകിയിട്ടുണ്ട്. മഹർദ്ധിഭിഃ സമൃദ്ധായാം, എല്ലാത്തരം വിഭവങ്ങളാലും സമ്പന്നമായിരുന്നു ആ നഗരം. സൗന്ദര്യവും സമ്പത്തും അവിടെ നിറഞ്ഞു നിന്നു. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി കൂടെയുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിറയാതിരിക്കുമോ? ഇനി ആ അത്ഭുത ദർശനം, ദേവന്മാർ ഭഗവാന്റെ ആ അത്ഭുതകരമായ രൂപം ദർശിച്ചു. അത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് മനസ്സിനെ വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. അവിതൃപ്താക്ഷാഃ, ഭഗവാന്റെ രൂപം അത്രമേൽ ആകർഷകമായതിനാൽ ഒരിക്കൽ ആ രൂപത്തിൽ പതിഞ്ഞ കണ്ണുകൾക്ക് പിന്നീട് അവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടില്ല. എത്ര കണ്ടാലും മതിവരാത്ത കണ്ണുകളോടെയാണ് അവർ ആ രൂപം നോക്കി നിന്നത്. ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ തോന്നാത്ത വിധം ഭഗവാന്റെ ആ സൗന്ദര്യം അവരെ ആവാഹിച്ചു. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവാന്റെ അവതാരങ്ങൾ എന്നും അത്ഭുതകരമാണല്ലോ. ആ രൂപം ദർശിക്കുന്നവർക്ക് ലോകത്തിലെ മറ്റെല്ലാ സുഖങ്ങളും തുച്ഛമായി അനുഭവപ്പെടുന്നു. ഈ ഭക്തിസാന്ദ്രമായ ദർശനത്തിന് ശേഷം ദേവന്മാർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. അതാണ് ഇനി അടുത്ത 6 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ ദർശിക്കുന്ന ദേവന്മാർ ആനന്ദത്താൽ ഉന്മത്തരായി സ്തുതിക്കുകയാണ്.
ആ സ്തുതിഗീതങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.